റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 52ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ കർട്ടൺ വോളിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് നമ്മൾ ഈ വരച്ച കർട്ടൺ വോളിലേക്ക് എങ്ങനെ നമുക്ക് ഡോർ അല്ലെങ്കിൽ വിൻഡോ ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് നോക്കാം. നമ്മൾ മുന്നേ ഈ നോർമൽ വോളിലേക്ക് എങ്ങനെയാണ് ഡോർ അല്ലെങ്കിൽ വിൻഡോ ഒക്കെ കൊണ്ടുവരുന്നുള്ള കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കർട്ടൺ വോളിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് വ്യത്യാസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കർട്ടൺ വോളിലേക്ക് എങ്ങനെയാണ് ഡോറൊക്കെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കർട്ടൺ വോൾ വരച്ചു. കർട്ടൺ വോൾ വരച്ചതിന് ശേഷം ഇവിടെ കർട്ടൺ ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പാനലിനെ ഒരു സിംഗിൾ പീസുകളാക്കി മാറ്റി. ഇവിടെ നമുക്ക് പറയാം ഈ ഒരു പാനൽ എന്ന് പറയുന്നത് ചെറിയൊരു സൈസാണ്. അതായത് എൻ്റെ ഡോറ് വരേണ്ട സൈസ് എത്രയാണോ ആ ഒരു സൈസിനാണ് ഞാൻ കർട്ടൻ ഗ്രിഡ് ഉപയോഗിച്ചിട്ട് ഈ പാനലിനെ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ മുള്ളിങ് കൊടുത്തിട്ട് ഈ ഒരു ഫ്രെയിമൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നു. ഇതുവരെയുള്ള കാര്യങ്ങൾ, അതായത് കർട്ടൺ വോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിലെങ്ങനെയാണ് കർട്ടൻ ഗ്രിഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കട്ട് ചെയ്യുന്നത്, അതിനുശേഷം മുള്ളിങ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് കർട്ടൺ വോളിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഡോർ വരേണ്ട ഈ ഒരു പാനലിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു പാനൽ സെലക്ട് ചെയ്യണം. ഈ പാനലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2100 വിഡ്ത്ത് എന്ന് പറയുന്നത് 1000. ഓക്കെ, എനിക്ക് ഈ ഒരു പാനൽ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മൗസ് ഇതിലേക്ക് കൊണ്ടുവരിക, ടാബ് കൊടുക്കുക. ഓരോ തവണ ടാബ് കൊടുക്കുമ്പോൾ ഇത് സെലക്ട് ആയി വരും. ഇതിപ്പം ഈ ഒരു പാനലാണ് സെലക്ട് ആയി നിൽക്കുന്നത്. ഓക്കെ, ജസ്റ്റ് മൗസ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാനൽ സെലക്ട് ആയി കഴിഞ്ഞു. ഓക്കെ, അതായത് ഈ ഒരു പാനലിനെ ചേഞ്ച് ചെയ്ത് എനിക്ക് ഡോർ ആക്കണം, അതാണ് എനിക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാനൽ സെലക്ട് ചെയ്തു. അതിനുശേഷം പ്രോപ്പർട്ടി ബോക്സിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഡോർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. ഓക്കെ, പകരം ഇവിടെ വോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ MD സ്പേസ് ആക്കണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഡോർ ഒഴിച്ച് ബാക്കിയുള്ള കാറ്റഗറികളെല്ലാം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു നോർമൽ വാൾ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് പാനൽ മാറിയതിനു ശേഷം ഇവിടെ ഒരു നോർമൽ വാൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വാൾ അല്ല വേണ്ടത്, ഡോറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് പാനലിനെ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഈ ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഡോറില്ല. ഇപ്പോൾ ഡോർ നമ്മളെ ഈ ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ഈ ഒരു ഡോർ സെലക്ട് ചെയ്യണം, ആർക്കിടെക്ചറിലുള്ള ഡോർ. അതിനുശേഷം ഞാനിവിടെ ലോഡ് ഫാമിലിയിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ ഡോർ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കർട്ടൺ വോൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പല ടൈപ്പ് കർട്ടൺ വോൾ ഉണ്ട്. ഞാനിപ്പം ഈ ഒരു സിംഗിൾ ഡോറിൻ്റെ എടുക്കുകയാണ്. ഞാൻ സെലക്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എറർ വന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കർട്ടൺ വോൾ ഡോർ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്, ആർക്കിടെക്ചറിനുള്ളിൽ ഡോർ എന്ന് പറയുന്ന ഒരു കമാൻഡിനുള്ളിൽ പോയതിനു ശേഷം ലോഡ് ഫാമിലി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇവിടെ കർട്ടൺ വോൾ സെലക്ട് ചെയ്തത്. അങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോറിനുള്ളിൽ പോയിട്ട് നമ്മളൊരു ഫാമിലി സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ലോഡ് ഫാമിലി പോയിട്ട് ഒരു ഫാമിലി സെലക്ട് ചെയ്ത് ഡോറോ അല്ലെങ്കിൽ വിൻഡോ എന്തായിക്കോട്ടെ, ഇപ്പോൾ ഡോറാണെങ്കിൽ ഡോറ്, വിൻഡോ ആർക്കിടെക്ചറിനുള്ളിൽ പോയിട്ട് ഇവിടെ വിൻഡോ എടുത്ത് ലോഡ് ഫാമിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും ഇതിനൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഈ ഡോറിനുള്ളിൽ പോയി എടുക്കുന്ന ഫാമിലീസിനൊരു ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷനിൽ മാത്രമേ ആ ഒരു ഫാമിലീസ് വർക്ക് ആകത്തുള്ളൂ. ഇപ്പോൾ ഡോറിനുള്ളിൽ പോയി എടുക്കുന്ന ഫാമിലീസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ കർട്ടൺ വാൾ പെടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കർട്ടൺ വാളിനകത്ത് ഇത്തരം ഫാമിലീസ് വർക്ക് ആവത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ഫാമിലീസ് ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ കർട്ടൺ വാളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഫാമിലി കൊണ്ടുവരണം. അതായത് നമുക്കിപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ ഒരു ഫാമിലിക്കുള്ളിൽ ലിസ്റ്റ് ചെയ്യപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻസെർട്ട് ടാബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോഡ് ഫാമിലി ഉണ്ട്. ഈ ലോഡ് ഫാമിലി വഴി നമ്മൾ ഈ പ്രൊജക്റ്റിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടുവരുന്ന ഫാമിലീസിന് ക്ലാസിഫിക്കേഷൻസ് ഇല്ല. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ലോഡ് ഫാമിലിയിലേക്ക് പോകാം. ഇവിടെ നിന്ന് ഞാനൊരു കർട്ടൺ വോൾ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പം ഈ ഒരു ഡബിൾ ഡോർ സെലക്ട് ചെയ്യാൻ പോവാണ്. ഞാനിത് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ആർക്കിടെക്ചറിലേക്ക് വന്നു. അതിനുശേഷം ഇവിടെ ഡോർ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടുത്തെ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഡോർ ഇവിടെ ഉണ്ടാവില്ല. ആ ഡോർ നമുക്ക് കാണണമെങ്കിൽ ഞാൻ ഈ ഒരു പാനൽ സെലക്ട് ചെയ്യണം. ഇവിടെ ടാബ് കൊടുത്ത് ഈ ഒരു പാനൽ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടുത്തെ ലിസ്റ്റിൽ നോക്കുവാണെങ്കിൽ ആ ഡോർ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഡോർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഒരു ഡോർ സെലക്ട് ചെയ്യുകയാണ്. ഈ ഡോർ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പറയാം ഈ ഒരു ഡോർ ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഡോർ എന്ന് പറയുന്നത് ഞാനിവിടെ കൊടുത്ത വിഡ്ത്തിനനുസരിച്ചിട്ടാണ് ഇത് റീസൈസിങ് ആയി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഡ്ത്തും ഹൈറ്റും ഒക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഈ ഒരു ഡോർ ഇവിടെ വരും. ഓക്കെ, ഇനി ലെവൽ 1ലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കർട്ടൺ വോളിലേക്ക് ഡോർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇപ്പം വിൻഡോ ആണെങ്കിൽ കൊണ്ടുവരുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ.